നമ്മൾ ഇന്നുണ്ടല്ലോ ഗുലാബ് ജാമുൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ട് ഗുലാബ് ജാമുനാണ് ചെയ്യുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതിൽ ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ട് ഞാൻ. ഒരു പാക്കറ്റ് മുഴുവനും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കാം. എനിക്ക് 1/4 കപ്പ് മാത്രം വേണ്ടി വന്നുള്ളൂ. നോക്കി കുറച്ച് ഒഴിച്ച് കുഴച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടുതലായി പോവും. അതുകൊണ്ട് കുറച്ചായിട്ട് എടുത്ത് കുഴയ്ക്കുക. പതുക്കെ കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാൻ വളരെ കുഞ്ഞു ഉരുളകളാണ് കേട്ടോ ആക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ അതെല്ലാം ആക്കിയെടുത്തിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അളന്ന് കപ്പിൽ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് 3 4 ഏലക്ക പൊടിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 1 2 മിനിറ്റ് കൂടെ തിളച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ ചൂടാറാൻ. എന്നിട്ട് നമുക്ക് ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇതിട്ട് നമ്മൾ ബോളാക്കി വെച്ചതിട്ട് പൊരിച്ചെടുക്കാം. ഈ കുറച്ച് വെക്കണം കേട്ടോ, കൂടുതൽ നല്ല ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട, കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതേപോലെ എണ്ണ ഒരു മീഡിയം ചൂടിൽ മതി, എന്നാൽ മാത്രമേ നന്നായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചത്, അതിപ്പോഴും ചൂടുണ്ട്, തണുത്തിട്ടില്ല. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി അടച്ച് വയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഉണ്ടാക്കിയിട്ട് ഇന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് നാളെ എടുത്ത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷേ എൻ്റെ മക്കൾ അത് സമ്മതിച്ചില്ല. 1 മണിക്കൂർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. 1 മണിക്കൂർ വെച്ച് പിറ്റേ ദിവസത്തേക്ക് നല്ല സോഫ്റ്റ് ആവും. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.